യേശു തമ്പുരാനെ, ആട്ടിൻകൂട്ടം തെറ്റിപ്പോയവൻ ഞാൻ, ഏകനായി ഭൂമിയിൽ. ആട്ടിൻകൂട്ടം തെറ്റിപ്പോയവൻ ഞാൻ, ഏകനായി ഭൂമിയിൽ. നല്ലിടയനായ യേശു എന്നെയും തേടി വന്നു. നല്ലിടയനായ യേശു എന്നെയും തേടി വന്നു. ദൈവത്തിൻ്റെ അതിപരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹമായ നല്ല പ്രഭാതത്തിനായി നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. എല്ലാവരെയും കർത്താവിൻ്റെ നിസ്തുല സ്നേഹത്തിലെ പ്രഭാത ജാഗരണത്തേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമുക്ക് ധ്യാനിക്കേണ്ട ഭാഗം, ദൈവത്തിന് അരോചകമായ ക്രമക്കേടിൽ പ്രസാദമില്ല. ആപ്തവാക്യം നൽകിയിരിക്കുന്നത് പുറപ്പാട് 19-ാം അധ്യായത്തിൻ്റെ 10 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. യഹോവ പിന്നെയും മോശയോട് കൽപ്പിച്ചത്, നീ ജനത്തിൻ്റെ അടുക്കൽ ചെന്ന് ഇന്നും നാളെയും അവരെ ശുദ്ധീകരിക്കുക. അവർ വസ്ത്രം അലക്കി 3-ാം ദിവസത്തേക്ക് ഒരുങ്ങിയിരിക്കട്ടെ. ദൈവത്തെ എതിരേൽപ്പാൻ മോശെ ജനത്തെ പാളയത്തിൽ നിന്നും പുറപ്പെടുവിച്ചു. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നമുക്ക് ധ്യാനിക്കേണ്ടതായ ഭാഗങ്ങൾ, നാം ദൈവസന്നിധിയിൽ വരുമ്പോൾ ധരിക്കേണ്ടതായ വസ്ത്രം എങ്ങനെയായിരിക്കണമെന്നും എങ്ങനെ വസ്ത്രം ധരിക്കണം എന്നതുള്ളതാകുന്നു. ചില ആൾക്കാർ പറയപ്പെടുന്നത് ലോഹവുമായിരിക്കുന്ന ബന്ധത്തിൽ വേർപെട്ടിരിക്കുമ്പോൾ നമ്മുടേതായ വസ്ത്രധാരണങ്ങളിൽ വ്യതിയാനം ഉണ്ടാകണമെന്നും, ചില ആൾക്കാർ കഴിഞ്ഞ ദിവസങ്ങളിൽ ധരിച്ചിരുന്നതായ അതേ വസ്ത്രങ്ങൾ തന്നെ വിശദമായ ആരാധനയ്ക്കും അവർ ധരിക്കുന്നതായി കാണാൻ സാധിക്കും. ക്രിസ്ത്യാനികൾ സ്വയം കരുതുന്നത് ചില പുരുഷന്മാരും വസ്ത്രധാരണത്തെ ഇതേ വെളിച്ചത്തിലാകുന്നു കണ്ടുവരുന്നത്. പൊടി പിടിച്ചത്, മണ്ണു പറ്റിയത്, കയറിപ്പറഞ്ഞത്, ശരീരത്തിന് ശരിക്കും അനുയോജ്യമല്ലാത്തതായ വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് ആരാധനകളിൽ പങ്കെടുക്കുന്നതായി കാണാൻ സാധിക്കുന്നുണ്ട്. നാം ദൈവത്തിൻ്റെ സന്നിധിയിലാകുന്നു വരുന്നതായ വസ്തുത മറന്നു പോകുന്നു. മനുഷ്യന് വിളങ്ങേണ്ടതിന് നാം ഒരിക്കലും വസ്ത്രം ധരിക്കേണ്ടതല്ല. ഓരോ സ്ഥലത്തും നാം പോകുമ്പോൾ അതിൻ്റെതായ രീതിയിലുള്ളതായ വസ്ത്രങ്ങൾ ധരിക്കണമെന്ന് നമുക്കറിയാം. ഒരുപക്ഷെ ദൈവസന്നിധിയിൽ വരുമ്പോൾ നിങ്ങളുടേതായ ഇഷ്ടത്തിനുള്ളതായ, നിങ്ങളുടെ അഭിരുചിക്കുള്ളതായ, നിങ്ങൾ ലോഹവുമായി ബന്ധപ്പെട്ടതായ അല്ലെങ്കിൽ ലോഹമേനിക്കുള്ളതായ വസ്ത്രങ്ങൾ ധരിച്ചാകുന്നു വരുന്നതെങ്കിൽ ദൈവത്തിനത് പ്രസാദകരമായിരിക്കുകയില്ല. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക. നിങ്ങളുടേതായ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ കുടുംബമായിരിക്കുന്നതായ കൂടിവരവുകൾ, വിവാഹമായിരിക്കാം അല്ലെങ്കിൽ മറ്റേതെങ്കിലും കൂടിവരവുകളായിരിക്കാം. ആ വിശേഷപ്പെട്ടതായ ദിവസങ്ങളിൽ നിങ്ങൾ ഇന്നലകളിൽ ധരിച്ചു കൊണ്ടിരുന്നതായ വസ്ത്രങ്ങൾ അതേപോലെ വൃത്തികേടിരിക്കുന്ന അവസ്ഥയിലാകുന്നുവോ ധരിച്ചു കൊണ്ടുപോകുന്നത്. ഒരു വിവാഹത്തിൽ നിങ്ങൾ പങ്കെടുക്കാൻ പോകുമ്പോൾ എത്രത്തോളം മോടി ഉള്ളതായ വസ്ത്രം അല്ലെങ്കിൽ അതിനുമായി ബന്ധപ്പെട്ടത് അനുയോജ്യമായ വസ്ത്രം എത്രത്തോളം വൃത്തിയായി നിങ്ങൾക്ക് സൂക്ഷിച്ച് ധരിച്ചു കൊണ്ടുപോകാൻ പറ്റുമോ അങ്ങനെയായിരിക്കും നിങ്ങൾ ക്രമപ്പെടുത്തുന്നത്. ആയതുപോലെ തന്നെ വ്യത്യസ്തമായിരിക്കുന്ന മീറ്റിങ്ങുകൾ പങ്കെടുക്കുമ്പോൾ അവിടെ പങ്കെടുക്കാൻ പോകുന്നതായ നിങ്ങൾ സാധാരണ ധരിക്കാറുള്ള വസ്ത്രങ്ങളായിരിക്കില്ല. ഏറ്റവും നല്ലതായി ഒരുങ്ങി മുടികളെല്ലാം ചെയ്യി വൃത്തിയോടുകൂടെ വൃത്തിയുള്ളതായ വസ്ത്രം ധരിച്ചു പോകുന്നതായ അനുഭവമാണ്. പിന്നെ എന്തുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ വരുമ്പോൾ നിങ്ങൾ അലസ്യമായി വസ്ത്രം ധരിച്ച് കൊണ്ടുവരുന്നത്? ദൈവത്തിൻ്റെ വചനം നിഷ്കർഷിക്കുന്നുണ്ട് നാം എങ്ങനെയുള്ളതായ വസ്ത്രമായിരിക്കണം ധരിക്കേണ്ടത് എന്ന്. ദൈവത്തെ ആരാധിക്കുവാൻ ശബത്തിൽ ദേവാലയത്തിൽ പോകുമ്പോൾ ഈർഹിയതും മുഷിഞ്ഞതും നമ്മുടെ ശരീരഭാഗങ്ങളെ കാണിക്കുന്നതായ വസ്ത്രങ്ങളല്ല ധരിക്കേണ്ടത് എന്നുകൂടെ നിങ്ങൾ ഓർത്തിരിക്കണം. അത്യുന്നതനായവൻ്റെ സദസ്സിൽ നാം എത്തിപ്പെടുമ്പോൾ അവിടെ ശുശ്രൂഷകരായിരിക്കുന്നത് ദൈവത്തിൻ്റെ മാലാഹമാരാകുന്നു. ആ ദൈവിക മാലാഹമാരുടേതായ സാമീപ്യം, വിശുദ്ധ ദൈവത്തിൻ്റെതായ സന്നിധിയിൽ, ആ വിശുദ്ധിയുടെ അനുഭവങ്ങളിൽ നമുക്ക് ഇരിക്കേണ്ടിയിരിക്കുന്നുണ്ട്. ആയതിനാൽ നാം ചിന്തിക്കേണ്ടത്, നാം ദൈവസന്നിധിയിൽ പോകുമ്പോൾ, ആരാധനകളിൽ പങ്കെടുക്കുമ്പോൾ, കൂട്ടായ്മകളിൽ ഒരുമിച്ച് കൂടുമ്പോൾ, വിശുദ്ധമായ ശബദ് ആചരിക്കുവാൻ കൂടി വരുമ്പോൾ ദൈവം നിഷ്കർഷിച്ചിട്ടുള്ളതായ രീതിയിലായിരിക്കണം സഹോദരികളും സഹോദരന്മാരും വസ്ത്രം ധരിക്കേണ്ടതും അവരുടേതായ തലമുടിച്ച് ക്രമപ്പെടുത്തേണ്ടിയിരിക്കുന്നുണ്ട്. വസ്ത്രം ധരിക്കുന്നത് അഹംഭാവമാകാൻ പാടില്ല.
ദൈവം പറയുന്നതായ അതേ രീതിയിൽ നാം വസ്ത്രം ധരിച്ച് ജീവൻ നയിക്കപ്പെടുമ്പോൾ ദൈവത്തിൻ്റെതായ സ്വഭാവം നമ്മൾ കാണപ്പെടുന്നുണ്ട്. അതിന് ഘടകവിരുദ്ധമാകുന്നുവെങ്കിൽ നിങ്ങളുടേതായ വസ്ത്രധാരണം കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കും നിങ്ങൾ ഏത് രീതി. ഈ വിഭാഗക്കാരുടെ ഏറ്റവും പ്രിയപ്പെട്ടതായ ചിന്താവിഷയം എന്ന് പറയുന്നത് വസ്ത്രധാരണത്തിലെ നിഗളമാണ്. അന്തസ്സ്, അഭിരുചി, ശരിയായ ക്രമം എന്നിവയെ ഇവർ അഹംഭാവമായിട്ടും അല്ലെങ്കിൽ നിഗളമായും കാണുന്നുണ്ട്. തെറ്റായ രീതിയിൽ വസ്ത്രം ധരിച്ചു വരുന്നതായ വ്യക്തികളുടേതായ സംസാരം, അവിടെ ഇടപെടൽ, അവിടേതായ സ്വഭാവങ്ങൾ, ഇതെല്ലാം തന്നെ നാം ആയിരിക്കുന്നതായ ആ മഹനീയമായിരിക്കുന്ന സ്ഥാനത്തിന് ഒത്തതായിരിക്കില്ല, തരം താണതായിരിക്കുമെന്ന് നാം മറന്നു പോകരുത്. ആയതിനാൽ പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ വസ്ത്രധാരണത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ സന്നിധിയിൽ പോകുമ്പോൾ നാം ധരിക്കുന്ന വസ്ത്രം, നമ്മുടെ നടത്ത, നാം തലശ്ശേരി വെച്ചിരിക്കുന്നത് എങ്ങനെയാകുന്നു, ഇതെല്ലാം നിങ്ങളുടെ സ്വഭാവത്തെ വിളിച്ചോതുന്നതായി കാണാൻ സാധിക്കുന്നുണ്ട്. ആയതിനാൽ ദൈവത്തിൻ്റെ മക്കൾ ദൈവം എന്താണോ അനുശാസിക്കുന്നത് ആ രീതിയിലായിരിക്കണം വസ്ത്രം ധരിക്കേണ്ടത്. ആ രീതിയിലായിരിക്കണം നമ്മുടെ ജീവിതങ്ങൾ, നമ്മുടെ ജീവിത ചിന്തകളായിരിക്കേണ്ടത്. നമ്മുടെ ചിന്തകൾ നല്ലതാകുന്നുവെങ്കിൽ നമ്മുടേതായ ഓരോ പ്രവർത്തനങ്ങളും നല്ലതായിരിക്കും. നാം ദൈവസന്നിധിയിൽ താഴ്മയും വിനയമുള്ള മക്കളായിരിക്കും, സമൂഹത്തിൽ മാനിക്കപ്പെടുന്ന മക്കളായിരിക്കും സാധിക്കും. വസ്ത്രധാരണം മറ്റുള്ളവർ ശ്രദ്ധിക്കപ്പെടുമ്പോൾ അതിൽ കൂടെ നാം ഒരു മെസ്സേജ് കൊടുക്കുന്നുണ്ട്. നാം ആരാകുന്നുവെന്നും നമ്മുടെ സ്വഭാവം എന്താകുന്നുവെന്നും നാം എങ്ങനെയാകുന്നു ജീവിക്കുന്നുവെന്നും എന്തിനു വേണ്ടിയായിട്ടാകും ജീവിക്കുന്നതെന്നും അത് വെളിപ്പെടുത്തുന്നതായിരിക്കും. ആയതിനാൽ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ദൈവം ക്രമമുള്ള ദൈവമാണ്. ക്രമം തെറ്റിയതായ ഒരു ജീവിതത്തെയും ഒരു പ്രവർത്തനത്തെയും ദൈവം സ്വീകരിക്കുന്നില്ല. ആയതിനാൽ ഇന്നലകളിൽ നിങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയതായ ബലഹീനതകൾ, ബാലിശതകൾ ഉപേക്ഷിച്ചിട്ട് ക്രമപ്പെട്ടതായ ജീവൻ നയിക്കപ്പെടേണ്ടത്. ഇനിയുള്ള നാളുകളിൽ ദൈവം നിഷ്കർഷിച്ചിരിക്കുന്നതായ വേഷങ്ങൾ ധരിച്ച് ജീവിക്കേണ്ടതിന് ദൈവത്തിൻ്റെതായ നടത്തിപ്പുണ്ടാകാൻ പരിശുദ്ധാത്മാവിനാ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കുമാറാകട്ടെ. സ്വർഗീയ പിതാവേ, നല്ല ദൈവമേ, അനുഗ്രഹമായ നല്ല പ്രഭാതത്തിനായ സ്തോത്രം, നൽകിയ വചനത്തിനായ സ്തോത്രം കർത്താവേ. അറിവില്ലായ്മയുടെ കാലങ്ങളിൽ ലോകത്തിന് അനുകൂലമായി വസ്ത്രങ്ങൾ ധരിക്കുകയും വേഷവിധാനങ്ങൾ പരിപോഷിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ആ അറിവില്ലായ്മയെ ദൂരീകരിക്കുവാൻ നൽകിയിരിക്കുന്നതായ പ്രത്യാശയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ ഭക്തനായിരുന്നതായ മോശയിലൂടെ അവിടുത്തെ ജനങ്ങളെ ശുദ്ധീകരിക്കുകയും അവിടെ വസ്ത്രങ്ങൾ കഴുകി വൃത്തിയാക്കി അങ്ങേ സ്വീകരിക്കുവാനായി ഒരുങ്ങി നിൽക്കുക എന്നുള്ളത് ആഹ്വാനത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ജീവിതം കർത്താവെ അവിടുത്തേതായ വീണ്ടും വരവിനായി ഒരുങ്ങിയിരിക്കുന്നതായ പ്രിയമക്കൾക്കൊപ്പം ആയിരിക്കേണ്ടതിന് ഞങ്ങളുടേതായ ജീവിതത്തിൻ്റെതായ ഓരോ സാഹചര്യം ശുദ്ധിയുടേതായ അവസ്ഥയിൽ നിലനിർത്തുന്നതിന് വസ്ത്രം കഴുകി വെളുപ്പിക്കേണ്ടതിനും അവിടുത്തെ ആത്മാവിനാൽ ശക്തീകരിക്കണം, അവിടുന്ന് പരിപാലിക്കണം. യേശുവിൻ മഹത്വമുള്ള നാമത്തിൽ അപേക്ഷിക്കുന്നു. പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ. ആമേൻ.